അയ്യോ എന്താ നമ്മൾ സംസാരിക്കുന്ന ഇവന്മാര് കേട്ട് കാണൂ. ഏതായാലും നിന്നിട്ട് കാര്യമില്ല. മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരൂ. ഈ തെണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെപ്പോ വീട്ടിനകത്ത് കയറി പറ്റി? അപ്പൊ തനിക്കൊന്ന് കയറി പരിശോധിച്ചുകൂടായിരുന്നു? എനിക്കറിയൂ. പക്ഷെ നമ്മൾ സംസാരിച്ച് വളരെ പതുക്കിയാ, കേട്ടാൻ വഴിയില്ല. അവിടെയും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകരുടെ അകമഴിഞ്ഞ പിന്തുണ 24 ലഭിക്കാറുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം വിവരങ്ങൾ വ്യക്തതയോടുകൂടി, കൃത്യതയോടുകൂടി, അതിവേഗത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. 7 മണിയോടുകൂടി SKN കൂടി ഈ ടീമിന്റെ ഭാഗമാകും. സുപ്രഭാതം. ഐ പ്രസന്റ് യു. അല്ലെങ്കിൽ വേണ്ട. സീ ഫോർ യുവർ സെൽഫ്. തോർക്കണം. നിങ്ങൾ മുട്ടയിടും. കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കണം. സുപ്രഭാതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇന്ന് വിധി നിർണയ ദിനത്തിലാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ഗോത ഉണരുന്നു. ഇതാ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ നിന്നും റിപ്പോർട്ടർമാരുടെ പ്രതിനിധികൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഹരിയാനയിൽ BJP 5, കോൺഗ്രസ് 5. ഹരിയാനയിൽ BJP 5, കോൺഗ്രസ് 5 എന്നതാണ് കണക്ക്. ഹലോ, ഹരിയാനയിൽ BJP 5, കോൺഗ്രസ് 5. അത് പറഞ്ഞാണല്ലോ ആശാനെ. കേവല ഭൂരിപക്ഷത്തിലേക്ക് 46 കേവല ഭൂരിപക്ഷത്തിലേക്ക് ഹരിയാന കോൺഗ്രസ് ഉറപ്പിച്ചു എന്ന കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട. ഹരിയാന ഭരിക്കാൻ പോകുന്നത് 10 വർഷങ്ങൾക്ക് ശേഷം ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വരുന്നു. നേതൃത്വത്തിൽ വിരിമാറിലൂടെ യശ്വന്ത് സഹായ് നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിൽ എത്തിയിരിക്കുകയാണ്. ഭാരതത്തിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ, ഭാരത മക്കളെ ഉത്ബുദ്ധരാക്കാൻ യശ്വന്ത് സഹായ് ഇതാ നിങ്ങളുടെ കൺമുന്നിൽ. ജനകോടികളുടെ മനോമന പുത്രൻ ശ്രീ യശ്വന്ത് സഹായ് വരുന്നു. അങ്ങനെ ഹരിയാന റിസൾട്ട് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. ഇനി ഭൂരിപക്ഷം കോൺഗ്രസ് എത്ര വർദ്ധിപ്പിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. പാലുകാച്ചൽ കല്യാണം, കല്യാണം പാലുകാച്ചൽ, കല്യാണം പാലുകാച്ചൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് കാണിക്കണം. പോലും പ്രതീക്ഷിക്കാത്ത അവിശ്വസനീയമായ തിരിച്ചുവരവാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ട് 52 ഉയരുകയാണ് BJPയുടെ പൊളിറ്റിക്കൽ ഗ്രാഫ്. എന്തൊക്കെ ബഹളമായിരുന്നു. BJP തകർന്നടിഞ്ഞു. ആടലോടാൻ കഴിച്ചാൽ വരുന്നു BJPയുടെ ശക്തമായ തിരിച്ചുവരവ്. 19 മണ്ഡലങ്ങളിൽ നിന്ന് 36 മണ്ഡലങ്ങളിൽ BJPയുടെ വലിയ സാന്നിധ്യമായി മാറുന്ന കാഴ്ച പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നു. ഹരിയാനയിൽ ഇഞ്ചോടിഞ്ച്, ഹരിയാനയിൽ BJP തിരിച്ചു വരുന്നു. കണക്ക് കാണിക്കൂ. പോകുമല്ല. ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്തി ഇറങ്ങുന്നു. എന്താ ചെയ്യാ? 2 ഉയരുകയാണ് BJPയുടെ പൊളിറ്റിക്കൽ ഗ്രാഫ്. ഹരിയാനയിൽ BJPയുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് ഉയരുന്നു, കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് താഴുന്നു. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണ്. അത് നിങ്ങളുടെയോ നിങ്ങളുടെ പങ്കാളികളുടെയോ പിഴവ് കൊണ്ടാവാം. ആഹ്ലാദം പടരുന്നു. BJP ക്യാമ്പുകളിൽ സന്തോഷം തിരതല്ലുന്നു. ഹൂഡ ആസ്മിതം മായുന്നു. BJP ക്യാമ്പുകൾ വീണ്ടും പടക്കം വാങ്ങാൻ പോകുന്നു. കോൺഗ്രസ് വാങ്ങിയ പടക്കം മാറ്റിവെക്കുന്നു. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നു. KC വേണുഗോപാൽ ചണ്ഡീഗഡിലേക്ക് പോകാൻ ഇറങ്ങിയിരുന്നു. തിരിച്ച് ഇനി മരങ്കേറ്റം തന്നെയാ നല്ലത്. കയറിയിരിക്കുന്നു. അങ്ങനെ കാഴ്ചകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നോക്കൂ, കോൺഗ്രസിന് എന്ത് സംഭവിച്ചു എന്നത് നമുക്കറിയില്ല. ഒറ്റയ്ക്ക് വന്നവനാണ് CPM എന്നൊരു കമന്റ് കൂടി വരുന്നുണ്ട്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാം.